ഹായ് കൂട്ടുകാരെ, സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പം തന്നെ വന്നതാട്ടോ ഇത്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും മുന്നത്തെ വീഡിയോ, ഈ റൈസ് ഇങ്ങനെ സെറ്റാക്കണത്. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അത് അതിലിടണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇത് വേറെ കിടക്കട്ടെ എന്ന് കരുതി. ഞങ്ങളിവിടെ ഭയങ്കര തിരക്കിലാട്ടോ. ഞാനും ചേച്ചിയും കൂടി ചിക്കൻ കഴുകണു, വെക്കണു, റൈസ് ഉണ്ടാക്കണു, ബിരിയാണി ഉണ്ടാക്കണു. അപ്പോൾ ഒക്കെ ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ടി വിയും കണ്ട് ഫോണും കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടെ ഒരു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണാണ്. അതൊന്നും നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാമെന്ന് വെച്ചു തമാശയ്ക്ക്. ഞങ്ങളങ്ങനെ റൈസൊക്കെ ആയിട്ടോ. കറക്റ്റ് ഒരു മണിയൊക്കെ ആയ സമയത്ത് റൈസായി. അപ്പോൾ എല്ലാവരെയും കഴിക്കാൻ വിളിച്ചു. എല്ലാവരും കഴിക്കാൻ വന്നു. പിള്ളേരൊക്കെ എല്ലാവരും ഇരിക്കട്ടെ എന്ന് കരുതി എല്ലാവരും ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റൈസായി. അതിന് ശേഷം എല്ലാവരും വിളിച്ചു. അപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാം ഞാൻ ബാക്കി. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ കരളൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ പാർട്സൊക്കെ ഇട്ട് അതൊക്കെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ വിളിക്കണേക്ക് മുമ്പ് ഇതാ ക്ലീനിങ് ആട്ടോ. ഈ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വർക്ക് ഒരു ഗ്യാസ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് വെച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഞങ്ങളതൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി എല്ലാം ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്തു. റൈസ്, ചിക്കൻ പാർട്സിൻ്റെ കറി, സാലഡ്, പ്ലേറ്റ്സ്, വെള്ളം എല്ലാം വെച്ചു കേട്ടോ. ഇതാ കണ്ടോ, എല്ലാവരും ഇവിടെ ഫോണിൽ ഇങ്ങനെ ഇരിക്കുക. പൊന്നും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ എല്ലാവരും കണ്ടോ, ഫോണൊക്കെ കൈ പിടിച്ച് എടുത്തിട്ട് വരുന്നുണ്ടോ. അപ്പോൾ അതെല്ലാവരും കഴിക്കുന്നു കേട്ടോ. അമ്മയും കുട്ടികളും കഴിക്കും. പിന്നെ ഏട്ടനും കഴിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ കഴിച്ചിട്ട് എന്തോ മൂവി കാണാമായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കാണട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഇവിടെ ചെയറിൽ എല്ലാവരും കൂടി സ്ഥലം ഉണ്ടാവില്ല വെച്ചിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ച നിങ്ങൾ കണ്ടോ. ആരാ ഇപ്പോൾ പണിയെടുത്ത് കൂടുതൽ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ പണിയെടുത്തു, അവരെല്ലാവരും റെസ്റ്റ് ചെയ്യുന്നു. അവിടെ റൂമിലെ ഏട്ടനും